ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ള പഫ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമുള്ളത് 2 ഗ്ലാസ് മൈദ. അത് എനിക്കിപ്പോൾ മൈദ 2 ഗ്ലാസ് ആവശ്യമുള്ളൂ, ഞാൻ കുറച്ച് ആക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മൈദ കൂട്ടണം. പിന്നെ വേണ്ടത് ഓയിൽ. ഞാൻ ഇവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ. പിന്നെ വേണ്ടത് മസാല ഉണ്ടാക്കണമെങ്കിൽ ഉള്ളി വേണം, പച്ചമുളക്, പിന്നെ മുട്ട, ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. പിന്നെ ആവശ്യമുള്ളത് കോൺഫ്ലോർ, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ആവശ്യം. ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാനത് പറയാം. 2 ഗ്ലാസ് മൈദ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ചപ്പാത്തിയിലാക്കുന്ന പോലെ തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. 2 ഗ്ലാസ് മൈദപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഇത് മൂന്നും കൂടി ചേർത്ത് ഈ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉള്ളി ചെറുതായിട്ട് അരിയാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ നഖം വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് വെപ്പ് നഖമാണോ ചോദിച്ചിട്ടുണ്ട്. വെപ്പ് നഖമല്ല കേട്ടോ, ഒറിജിനൽ നഖം തന്നെയാണ്. എനിക്ക് നഖം ഭയങ്കര ഇഷ്ടമാണ്. ഈ നഖം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല പണിയെടുക്കുന്നുണ്ട്, അറിയാമല്ലോ എല്ലാവർക്കും. ചെടീൻ്റെ ചുവട്ടിലും പച്ചക്കറീൻ്റെ ചുവട്ടിലും എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നഖം ഇങ്ങനെ സൂക്ഷിക്കാൻ. നഖം മാത്രമല്ല, എനിക്ക് മുടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മുടി ഇപ്പം ശ്രദ്ധ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം മുടി അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. മുടി കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് മുടിയുള്ളതാണ്. അപ്പം എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം എൻ്റെ മുടീനെ പറ്റി. അപ്പം ഇപ്പം മുടിയൊക്കെ പോയി നന്നായിട്ട് പോകുന്നുണ്ട്. മുന്നൊന്നൊക്കെ നന്നായിട്ട്, പക്ഷേ ഇപ്പം കുറച്ച് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഓയിൽ, എണ്ണ, ഇത് എന്തൊക്കെ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറയാം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ട് ഞാൻ പറയാം. ഇപ്പം തൽക്കാലത്തേക്കും മാറ്റമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. അപ്പോൾ മുടി ഇപ്പോൾ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പ്രായത്തിൻ്റെ വ്യത്യാസവും ഉണ്ടാവും. പ്രായം കൂടുന്തോറും നമുക്ക് ഓരോ വ്യത്യാസങ്ങൾ വരുമല്ലോ, ഹോർമോൺ ചേഞ്ച് അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതെൻ്റെ നഖം നേച്ചുറൽ തന്നെയാണ്. കാലിൻ്റെ നഖം ഞാൻ വെക്കാറുണ്ടായിരുന്നു, പക്ഷേ കാലിൻ്റെ നഖം അധികം ചളിയിലൂടെയൊക്കെ പോകുന്നതുകൊണ്ട് നഖം അങ്ങ് പോകലാണ്. പിന്നെ ഒരു നഖം കല്ലിന് കുത്തിപ്പോയിട്ട് അത് നന്നായിട്ട് പൊട്ടി, അത് തനി അങ്ങ് പോയി. നന്നായിട്ട് ബ്ലഡൊക്കെ വന്നതായിരുന്നു. പിന്നെ കാലിൻ്റെ നഖം അധികം എനിക്ക് നിൽക്കുകയില്ല, പക്ഷെ കൈൻ്റെ നഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുറിയും
പൊട്ടിപ്പോക്ക് ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടാമതും ഞാനത് വളർത്തും. അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടം എൻ്റെ നഖം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല മുടി ഏത് പ്രായത്തിലും നമുക്ക് വളർത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അമ്മമ്മക്കൊക്കെ നല്ല മുടിയുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്ന അനുസരിച്ചിട്ട് മുടി അങ്ങനെ പോകാതെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പം ഏത് പ്രായത്തിലും നമുക്ക് മുടിയൊക്കെ വളർത്താൻ പറ്റുകയും ചെയ്യും. നമ്മൾ അതിനനുസരിച്ചുള്ള പോഷകാഹാരം കഴിച്ചതിൽ നമുക്ക് മുടിയൊന്നും പോകാതെ നിൽക്കും. ഇപ്പം പ്രായം കൂടുന്നതും ഞെങ്ങായിട്ട് വരുന്ന കാലഘട്ടം ഇത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രത്തോളം എല്ലാം വന്നിട്ട് നോക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്നല്ലേ പറയുന്നത്. അപ്പം അടുത്തത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. അതിന് പകരം ഞാൻ മഞ്ഞൾ, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില വേണമെന്നില്ല, കറിവേപ്പില അത് ചേർക്കും. മല്ലി ഇല വേണ്ട, കറിവേപ്പില ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത് മസാലയ്ക്ക് വേണ്ടത് ചേർക്കുന്നത്. കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കിയാലോ. കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓയിൽ ചേർക്കുക. അതിനുശേഷം ഉള്ളി ചേർക്കുക. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ഇതിന് വേണ്ട മസാല ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടു, കൂടുതലൊന്നും വേണ്ട. കുറച്ച് മല്ലിപ്പൊടി കുറച്ചേ വേണ്ടു. ഗരം മസാല, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കളർ മാറി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ ചേർക്കാം.
അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പം സ്റ്റൗ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ പരത്തി വെച്ച ഈ മാവ് ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കാം. ഇതുപോലെ ഇങ്ങനെ ആക്കാം. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കത്തീനെ കൊണ്ട് കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ച് വെക്കുക. ഇത്രയും പീസാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറുത് വലുതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ മതി. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് കറിവേപ്പിലേൻ്റെ ആണ്. ഇത് ചെറുതല്ല, അതുകൊണ്ട് കുറച്ച് ഇതിന് ചേർക്കും. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഏകദേശം ചപ്പാത്തി ആക്കുന്ന പോലെ തന്നെ. ഏകദേശം അതുപോലെ തന്നെ ഉരുട്ടിയെടുത്ത് വില ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ സൈഡിലേക്ക് മാറ്റാം. റൗണ്ടാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ തന്നെ പരത്തിയിട്ടുണ്ട്. നമ്മൾ സൈഡിലേക്ക് മാറ്റുക. രണ്ടാമത്തേന് ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിനെയും പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ 5 ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലോറും ഓയിലും കൂടിയിട്ട് മിക്സാക്കിയ ഒരു മിശ്രിതം ഇതിന് മേലെ പുരട്ട് വേണ്ടത്. ഇതിപ്പോൾ കോൺഫ്ലോറും ഓയിലും വന്ന്, അപ്പം അതിനുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി. ആവശ്യത്തിനുള്ള ഓയിൽ ഇതിന് വേണം.
അപ്പോൾ കോൺഫ്ലോറും ഓയിലും കൂടി മിക്സ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവുക. ഈ മിശ്രിതം ഇതിന് ഒന്നാമത്തേന് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടി നല്ല ഇതുപോലെ വെക്കും. നാലാമത്തേനും ഇതുപോലെ തന്നെ ചെയ്തു. അത് ഇതിൻ്റെ വില വെച്ചു. അഞ്ചാമത്തേനും ഇതുപോലെ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ വില വെച്ച് ഒരു 5 ഇതുപോലെ വെച്ചു. ഇതുപോലെ നല്ല പത്ത് അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതുപോലെ മടക്കി വെക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയതിന് ശേഷം പിന്നെ വേണ്ടത് ശേഷം ഇതുപോലെ മാറ്റി വെക്കാം. നമുക്ക് ഇതിന് ഒക്കെ മസാല നിറച്ച് വെക്കാം. ആവശ്യമുള്ള മസാല ഇതിന് വെള്ളം ഫോൾട്ട് ചെയ്യുന്ന ഇതും ശേഷം മറ്റേതാക്കും. ജസ്റ്റ് ഒന്ന് നെയ്യ് പരത്തുന്നുണ്ട്. ജസ്റ്റ് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തേച്ചാൽ മതി. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് മതി.
അപ്പോൾ പപ്സ് റെഡി ആയിട്ടുണ്ട്.